ഹേ ഗൈസ്, ഞാൻ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാനും അനുജയും കൂടെ എങ്ങടാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളായിട്ടൊരു വർക്കൗട്ടും കാര്യങ്ങളായിട്ട് അടുത്തുള്ളൊരു കരാട്ടെ സെന്ററിൽ പോകുന്നുണ്ട്. അപ്പോൾ കരാട്ടെ പഠിക്കാനല്ല പോകുന്നത്, വർക്കൗട്ടിനിടയിൽ യോഗ, കരാട്ടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫിറ്റ്നസ് വർക്കൗട്ടാണ് സാറ് നമ്മളെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ കോണിപ്പടികളൊക്കെ കയറി ചെല്ലുന്നിടത്താണ് നമ്മുടെ ഒരു വർക്കൗട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഞാൻ സാറിനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ശിവകുമാർ എന്നാണ് സാറിന്റെ പേര്. സാർ ഒരു 8 വയസ്സുള്ളപ്പോൾ എന്തോ തുടങ്ങിയതാണ് ഈ കരാട്ടെ ജീവിതം. പിന്നീട് അങ്ങോട്ട് നാഷണൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ മത്സരിച്ച് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. സാറിന്റെ മകനും അതുപോലെ ബ്ലാക്ക് ബെൽറ്റ് ആണ്, സുധിൻ എന്നാണ് അവന്റെ പേര്. അപ്പൊ ഇനി പതുക്കെ നമ്മുടെ വർക്കൗട്ടൊക്കെ തുടങ്ങട്ടെ. ഒരു 5:20 തുടങ്ങി 6:30 അങ്ങനെ പോകും. 6:30, 6:45 വരെയൊക്കെ ഇതിങ്ങനെ പോവും. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മനുജ ഒന്ന് ഓടാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇന്ന് ഓഫീസിൽ പോകണം, അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനുജയ്ക്കൊരു ബൈയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ താഴോട്ട് നടക്കുവാണ്. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവല്ലേ, ആഹാ എത്ര നല്ല ശാന്ത സുന്ദരമായ പ്രഭാതം, കിളികളുടെ കളകളനാദവും പച്ചപ്പും മാത്രമല്ല കേട്ടോ, ദേ ഇവിടെ ഇങ്ങനെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട്. ഇതുങ്ങളെ പേടിച്ചിട്ട് ഞാൻ വഴി കിടന്നൊരു വടിയാണോ അതോ അത് കണ്ട ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുങ്ങളെ അടിക്കാനാണോ അതോ അതുങ്ങളെ തലോടാനാണോ ഞാനിത് കൈ പിടിച്ചേക്കണം. പക്ഷെ പേടിച്ചിട്ട് കൈ കിട്ടി എന്തെങ്കിലും വേണമല്ലോ, ഒന്നും ഇല്ലാണ്ട് വെറുതെ പോകുന്നതിനേക്കാളും എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി എടുത്തതാണ്. ഹാവു, പട്ടിയുടെയൊന്നും കൊള്ളാണ്ട് സുരക്ഷിതമായിട്ട് വീടെത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇനിയിപ്പോ വെള്ളം കുടിക്കട്ടെ, എന്നിട്ടാവും ബാക്കി പരിപാടീസ്. എന്നാ ഇനി ഇന്നത്തെ മെനുവിന്റെ ഐറ്റംസ് ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഓരോന്നായിട്ട് അങ്ങോട്ട് നിരത്തുക. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും പരിപ്പ് കറിയാണ്. പരിപ്പ് കറി ഈസ് വെരി സിമ്പിൾ അല്ലേ. കുക്കറിൽ കുറച്ച് പരിപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് മാറ്റി വെക്കുക. പിന്നെ കടുക് പൊട്ടിക്കുക. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതിനകത്തേക്ക് ഒരല്പം മുളക് പൊടിയും ചേർത്തിട്ട് നമ്മുടെ പരിപ്പ് വേവിച്ചതിലോട്ട് ചേർത്താൽ സിമ്പിൾ ആൻഡ് ഈസി പരിപ്പ് കറി റെഡി. കിച്ചൂസ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവളുടെ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് മിക്കപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് റൈസ് ഒക്കെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ചോറാണെന്നുണ്ടെങ്കിൽ ചമ്മന്തി പൊരിച്ചുമീൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ചോറും പുളിശ്ശേരി ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയ ഫ്രൈഡ് റൈസ് ആണ് ചെയ്യുന്നത്. ബീഫ് ഫ്രൈഡ് റൈസ് ആണ്. അവിടെ ബീഫിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ച് സെറ്റായി. ഇനിയിപ്പോൾ എന്തായാലും സ്നാക്സ് ഉണ്ടാക്കണം. സ്നാക്സിന് പണ്ട് തൊട്ടേ അവൾ ഫ്രൂട്ട്സ് ആണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ആപ്പിൾ കൊടുത്തുവിടുമ്പോഴെപ്പോഴും പറയും എൻ്റെ അടുത്ത് ആപ്പിൾ കറുത്തു പോകും, അതുകൊണ്ട് എനിക്ക് ആപ്പിൾ തന്നു വിടില്ലേന്ന്. പക്ഷെ ആപ്പിൾ സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കപ്പ് കേർഡ് അല്ലെങ്കിൽ കട്ട തൈര് എടുക്കണം. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ഒരിഗാനോ പൗഡറും മിക്സഡ് ഹെർബ്സും കൂടെ എടുത്തിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനകത്തേക്ക് നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആപ്പിൾ സാലഡ് റെഡി. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. വീടൊക്കെ ക്ലീൻ ആയിട്ട് എടുക്കാൻ നല്ലൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരട്ടെ. ഇതേ നോക്കിക്കോ. അങ്ങനെ എളുപ്പ വഴിയൊന്നും ഇല്ല. മേലാണെങ്കിൽ പണിയെടുത്താൽ വീട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ. അങ്ങനെ കിച്ചൂസിന്റെ ബാഗും കിറ്റും ഒക്കെ പാക്ക് ചെയ്ത് ടാറ്റ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്കൊന്ന് പോയി റെഡി ആവാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഓഫീസിൽ പോകുന്നുണ്ട്. അങ്ങനെ മാൻഡേറ്ററി ഒന്നും അല്ല, പക്ഷെ പോയില്ലെങ്കിൽ നമ്മുടെ ID കാർഡ് കട്ടായി പോകും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് നടക്കട്ടെ. ഒരു 1.5 കിലോമീറ്ററോളം നടക്കണമെന്ന് തോന്നുന്നു നമ്മളിരിക്കുന്ന ബിൽഡിംഗ് എത്താനായിട്ട്. നീല കുട ചൂടിയൊരു സുന്ദരിയെ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? ചെറിയൊരു മഴയുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ മഴയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പൊ അങ്ങ് നടന്നെത്തുമ്പോഴത്തേക്കും അതൊരു വല്ലാത്ത നനയലായി പോകും. മഴയെ നനയാതെ വഴുകയാ, അത് എന്നെ വഴുകയിടാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നൊരു തമിഴൻ ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ പച്ചപ്പും മഴയൊക്കെ ആസ്വദിച്ചത് നമ്മളിരിക്കേണ്ട ബിൽഡിംഗ് എത്താറായിട്ടുണ്ട്. ദേ ആ കാണുന്നതാണ് ഊട്ടുപുര അല്ലെങ്കിൽ ഫുഡ് കോർട്ട് എന്നൊക്കെ നമുക്ക് വിളിക്കാം. പിന്നെ ഇത് ഈ കാണുന്നതാണ് ഞാൻ പോയി ഇരിക്കാറുള്ള ബിൽഡിങ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വരുമ്പോഴാണ് എൻ്റെ ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ള രസ്നയെ കാണാറുള്ളത്. കാരണം അവള് ഫ്രീ ആകുമ്പോൾ നമ്മൾ ഫ്രീ അല്ല, നമ്മൾ ഫ്രീ ആകുമ്പോൾ പുള്ളിക്കാരി ഫ്രീ അല്ല. എല്ലാവർക്കും ഓരോരോ തിരക്കല്ലേ. അപ്പം എന്തായാലും
ഇനിയിപ്പം ഓഫീസ് എത്തിയിട്ടുണ്ട്. കഥയും പുരാണൊക്കെ പിന്നെ പറയട്ടെ, പണി എടുക്കട്ടെ പണി. 1 മണിക്കൂർ കഷ്ടിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ എനർജി മൊത്തം പോയതുമല്ല, ഉറക്കം വരുന്നുണ്ടേ. ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ ട്രെയിൻ ഔട്ട് ആവും. അപ്പോൾ വീട്ടിലാണെങ്കിൽ ചായയും കടിയൊക്കെ ഉണ്ടാവും. ഇവിടെ ആകുമ്പോൾ ചായയിൽ ഒതുങ്ങിക്കോളും. അപ്പോൾ ഒരു സ്ട്രോങ് ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടീസ്. ചായയൊക്കെ കുടിച്ചു, അത് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ രസ്നയെ കാണുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ പോവാണ്. പക്ഷെ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. രസ്ന വീട്ടിൽ പോയിട്ടാണ് കഴിക്കാറുള്ളത്. ഇത് ഈ കാണുന്ന മദ്രാസ് കഫേയിലെ ഗീ റോസ്റ്റ് ആണ് ഞാൻ സ്ഥിരം കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ദോശയാണെങ്കിൽ ഇവിടെ വരുമ്പം ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാറുണ്ട്. അതല്ലെങ്കിൽ എപ്പോഴും കഴിക്കുന്നത് ഈ ഗീ റോസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അത് ഈ ഒരു മുത്തുമണിയെ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? അതെ എന്റെ സ്വന്തം കെട്ടിയനാണ്. അപ്പോൾ ഇന്നത്തെ ഓഫീസിൽ ഇരുന്നുള്ള വർക്ക് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ബാക്കി വീട്ടിൽ ചെന്നിട്ട്, കാരണം ഇനിയിപ്പോൾ കിച്ചൂസിനെ പോയി വിളിക്കണം 3:30 ആകുമ്പോൾ. അവളെ വിളിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അങ്ങനെ കിറ്റൂസ് എന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഒരല്പം ലേറ്റ് ആയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവള് നേരെ പാർക്കിലോട്ട് ഓടി. ഇവിടെ ഒരു 10-15 മിനിറ്റ് കളിക്കാറുണ്ട്. പിന്നെ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് വിസിലടിക്കുമ്പോഴത്തേക്കും എല്ലാവരും പരതി ഓടിക്കോളും. അങ്ങനെ ഞാനും കിറ്റൂസും ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുവാണ്. അവള് പറയുന്നത് ഇന്നത്തെ ദിവസം വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ്. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് ചോദിക്കണം. അപ്പൊ ശരി ഗൈസ്, അടുത്തൊരു വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം കേട്ടാ. അതുവരേക്കും ബൈ.